നമസ്കാരം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ മടങ്ങുന്നു. ഉച്ചയ്ക്ക് 2:30 ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരി പണ്ടാര അടുപ്പിൽ പൊങ്കാല നിവേദിച്ചു. ഇതോടെയായിരുന്നു അനന്തപുരിയെ അക്ഷരാർത്ഥത്തിൽ യാഗശാലയാക്കി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പരിസമാപ്തി കുറിച്ചത്. ക്ഷേത്ര ട്രസ്റ്റ് നിയോഗിച്ച 250-ലേറെ പൂജാരിമാർ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തീർത്ഥം വിതറി നിവേദിച്ചു. ഈ സമയത്ത് ആകാശത്ത് നിന്ന് വായുസേനയുടെ ചെറുവിമാനത്തിൽ പുഷ്പവൃഷ്ടിയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ ശുദ്ധ പുണ്യാഹത്തിന് ശേഷമാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. പൊങ്കാല കഴിഞ്ഞതോടെ തിരുവനന്തപുരം നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് മടങ്ങുന്നതിനായി KSRTC 500 ബസ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക ട്രെയിൻ സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ നഗരം പഴയപോലെയാക്കാൻ നഗരസഭാ ജീവനക്കാരും രംഗത്തുണ്ട്. സമാനതകളില്ലാത്ത തിരക്കാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ. പൊങ്കാലയ്ക്ക് മുന്നോടിയായി തിരുവനന്തപുരത്ത് മഴ പെയ്യുമെന്നത് ഒരു വിശ്വാസമാണ്. സാധാരണ തലേ ദിവസമാണ് മഴയെത്തുക. ഇത്തവണ അതുണ്ടായില്ല. കടുത്ത ചൂടിൽ വലയുകയായിരുന്നു തിരുവനന്തപുരം. അതിനിടെ അപ്രതീക്ഷിതമായി പുലർച്ചെ ചാറ്റൽ മഴയെത്തി. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത മഴ. അത് ഭക്തിയുടെ പാരമ്യതയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോയി. ക്ഷേത്ര പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചാറ്റൽ മഴ തുടർന്നു. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് മഴ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ചൂടിന് ശമനം വരും വിധം ആകാശം മേഘവൃതമായി. അങ്ങനെ പൊങ്കാല ഇടാനെത്തുന്നവർക്ക് പ്രകൃതി തന്നെ വേനലിന്റെ പാരമ്യത കാലത്തും തണലൊരുക്കി. അതിന്റെ അനുഗ്രഹം ആവോളം നുകർന്ന് വിശ്വാസികളും പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരം യാഗശാലയായി മാറി. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തിങ്ങി നിറഞ്ഞായിരുന്നു പൊങ്കാലക്കലങ്ങൾ. തിരികെ പോകാനുള്ള സൗകര്യത്തിൽ റെയിൽവേ സ്റ്റേഷനടുത്തും തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞിരുന്നു. രാവിലെ 10 മണിക്ക് ശുദ്ധ പുണ്യാഹത്തിന് ശേഷം പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലേക്കും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലേക്കും അഗ്നി പകരുമ്പോൾ മുഴങ്ങുന്ന ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ഭക്തർ ഒരുക്കിയ അടുപ്പുകൾ ജ്വലിപ്പിക്കാനുള്ള വിളംബരമായി. പണ്ടാര അടുപ്പിൽ നിന്ന് കത്തിക്കയറുന്ന ദീപം കിലോമീറ്ററോളം നിരന്ന അടുപ്പുകളിലേക്ക് അതിവേഗമെത്തി. സ്ത്രീ കൂട്ടായ്മയുടെ കരുത്തിന് തെളിവായി അത് മാറി. 2 ദിവസം മുൻപ് തന്നെ തിരുവനന്തപുരത്തെത്തി ആറ്റുകാൽ ക്ഷേത്രത്തോടെ ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിൽ അടുപ്പുകൾ സ്ഥാപിച്ച് കാത്തിരിക്കുന്ന ഭക്തർക്ക് ഇന്ന് അനുഗ്രഹ സാഫല്യത്തിന്റെ ദിനം കൂടിയാണ്. ദൂരദിക്കുകളിൽ നിന്നുള്ള ഭക്തരും ഇന്നലെ തന്നെ തലസ്ഥാനത്തെത്തിയിരുന്നു. പലയിടത്തും ആഴ്ചകൾക്ക് മുൻപ് തന്നെ കല്ലുകൾ നിരത്തി പേരെഴുതിയ ബോർഡും സ്ഥാപിച്ച് ഇടം പിടിച്ചവരുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശനിയാഴ്ച പകലും വൈകിട്ടുമായി ജനലക്ഷങ്ങളാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്ന സ്ഥിതിയായിരുന്നു. ഭക്തലക്ഷങ്ങൾക്ക് കുടിനീരും ഭക്ഷണവും നൽകാൻ പ്രദേശവാസികൾ സന്നദ്ധ സംഘടനകളും മത്സരിക്കുകയായിരുന്നു. എല്ലാം മംഗളമാക്കാൻ പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും നഗരസഭയും ഒക്കെ സർവ്വസജ്ജമായി പൊങ്കാലയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 ശുദ്ധപുണ്യാഹത്തിന് ശേഷം പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പാണ്ഡ്യരാജാവിന്റെ വധം കഴിയുന്ന ഭാഗം തോറ്റമ്പാട്ടുകാർ പാടിത്തീരുന്നതോടെ 10:30 പൊങ്കാലയ്ക്ക് തുടക്കമാകുകയായിരുന്നു. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് കൈമാറി. ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിമാർക്കും കൈമാറി. തുടർന്ന് വലിയ തിടപ്പള്ളിയിൽ ക്ഷേത്രത്തിന് മുൻവശം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലും തീ പകർന്നു. ഇവിടെ നിന്ന് പകർന്നു കിട്ടിയ ദീപമാണ് ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഭക്തർ ഒരുക്കിയ പൊങ്കാല അടുപ്പുകളെ ജ്വലിപ്പിക്കുകയും ചെയ്തത്. രൗദ്രഭാവം പൂണ്ട ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നതാണ് വിശ്വാസം. രാത്രി 7:30 കുത്തിയോട്ടത്തിന് ചൂരൽകുത്ത് 606 ബാലന്മാരാണ് കുത്തിയോട്ടത്തിന് വ്രതം നോക്കുന്നത്. രാത്രി 11 ദേവിയെ പുറത്തെഴുന്നള്ളിക്കും. തൃക്കടവൂർ ശിവരാജു എന്ന കൊമ്പനാണ് ദേവിയുടെ തിടമ്പേറ്റുന്നത്. കുത്തിയോട്ടം, സായുധ പോലീസ്, പഞ്ചവാദ്യം, കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയും ഉണ്ടാകും. തിങ്കളാഴ്ച പുലർച്ചെ മണക്കാട് ശാസ്താക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജയ്ക്ക് ശേഷം മടക്കി എഴുന്നള്ളത്ത്. രാവിലെ 8 അകത്തെഴുന്നള്ളിപ്പ്. രാത്രി കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. 12:30 നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും.